PLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സുവോളജി എവല്യൂഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളുടെ റിവിഷൻ വീഡിയോയാണിത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഫോർ കെമിക്കൽ എവല്യൂഷൻ തിയറി. കെമിക്കൽ എവല്യൂഷൻ തിയറി ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ പ്രപ്പോസ് ചെയ്ത കെമിക്കൽ എവല്യൂഷൻ തിയറിക്ക് ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുത്തത് രണ്ട് സയൻറ്റിസ്റ്റുമാരാണ്, സ്റ്റാൻലി എൽ മില്ലറും ഹാരോൾഡ് സി യൂറേയും. അപ്പോൾ യൂറേ മില്ലർ എക്സ്പെരിമെൻ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷന് ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുത്തത് യൂറേ മില്ലറാണ്. യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റിൻ്റെ അപ്പാരറ്റസ് ആണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. എന്താണ് ആ എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഈ ഒരു അപ്പാരറ്റസ് തന്നിട്ട് ഇത് എന്ത് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൻ്റെ അപ്പാരറ്റസ് ആണ്, എന്തൊക്കെ ഗ്യാസസ് ആണ് ഇവർ ഈ ഒരു ചേംബറിനകത്ത് എടുത്തത് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് സാധാരണ ചോദിക്കാൻ സാധ്യത കൂടുതൽ. എന്തായാലും ഈ ഒരു അപ്പാരറ്റസ് കണ്ടാൽ ഓർക്കുക, അത് യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റിൻ്റെ അപ്പാരറ്റസ് ആണ്. ഈ അപ്പാരറ്റസ് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ടു പ്രൂവ് കെമിക്കൽ എവല്യൂഷൻ തിയറി. കെമിക്കൽ എവല്യൂഷൻ തിയറിക്ക് എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുത്തതാണ് യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റ്. ഇവിടെ എടുത്ത ഗ്യാസസിൻ്റെ പേര് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. മീഥൈൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ. ഇത് മൂന്നുമാണ്, ഈ 4 ഗ്യാസസ് ആണ് ഇതിനകത്ത് എടുത്തത്. ഇത് ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് കൊടുത്തു. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഭൂമിയുടെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് പണ്ട് കാലത്തെ മിന്നലിനെ അനുകരിച്ച് ആ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് കൊടുത്തത്. ഈ ഒരു 4 ഗ്യാസസിനെയും ഈ ചേംബറിൽ എടുത്തിട്ട് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് കൊടുത്തപ്പോഴത്തേക്കും അവിടെ ഇനോർഗാനിക് മോളിക്യൂൾസിൽ നിന്നും ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തു. എസ്പെഷ്യലി അമിനോ ആസിഡ്സ് ഒക്കെ ഫോം ചെയ്തു. അതുപോലെ തന്നെ ഷുഗർ, നൈട്രജൻ ബേസസ്, പിഗ്മെൻറ്റ്, ഫാറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള എക്സ്പെരിമെൻ്റ് വഴി പിന്നീട് ലഭിക്കുകയുണ്ടായി. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഹോമലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും. എന്താണ് ഹോമലോഗസ് ഓർഗൻസ്? അനാട്ടമിക്കലി സിമിലർ സ്ട്രക്ചേഴ്സ് പെർഫോമിംഗ് ഡിഫറൻറ്റ് ഫങ്ഷൻസ് ആർ കാൾഡ് ഹോമലോഗസ് ഓർഗൻസ്. സിമിലർ സ്ട്രക്ചേഴ്സ് പെർഫോമിംഗ് ഡിസിമിലർ ഫങ്ഷൻസ്. അതിന് നമുക്കിവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഒന്ന് 4 limbs ഓഫ് മാമൽസ് ആണ്. മാമൽസിൻ്റെ 4 limbsൽ നമുക്കിവിടെ മാൻ, ചീറ്റ, വെയിൽ, ബാറ്റ് ഇവയുടെ 4 limb കമ്പാരിസന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ളത്. ഇവയുടെ 4 limbsൻ്റെ എല്ലാം സ്ട്രക്ചർ പരിശോധിച്ച് നോക്കുമ്പോൾ അനാട്ടമിക്കലി ഇൻറ്റേർണലായിട്ടുള്ള ബോൺസിൻ്റെ എല്ലാം എണ്ണവും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സും ഒക്കെ ഏകദേശം സെയിമാണ്. അതിൻ്റെ ഫങ്ഷൻസ് മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഓർഗൻസിനെ വിളിക്കുന്ന പേരാണ് ഹോമലോഗസ് ഓർഗൻസ്. ഹ്യൂമറസും റേഡിയസും അൾനയും കാർപ്പൽസും മെറ്റാകാർപ്പൽസും ഫലാഞ്ചസും ഒക്കെ എല്ലാ ഈ ഒരു മാമൽസിൻ്റെയും 4 limb കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവയുടെ ഫങ്ഷൻസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ സിമിലർ ഓർഗൻസ് ഡൂയിങ് ഡിസിമിലർ ഫങ്ഷൻ ആണ് ഹോമലോഗസ് ഓർഗൻസ്. ഹോമലോഗസ് ഓർഗൻസ് എന്ത് തരം എവല്യൂഷനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹോമലോഗസ് ഓർഗൻസ് ഡിനോട്ട് ഡൈവേർജൻ്റ് എവല്യൂഷൻ. ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും ഡിഫറൻറ്റ് അഡാപ്റ്റേഷനിലേക്ക് മൂവ് ചെയ്തു എന്നതിനെ കാണിക്കുന്നതാണ് ഡൈവേർജൻ്റ് എവല്യൂഷൻ. അപ്പോൾ ഡൈവേർജൻ്റ് എവല്യൂഷനെയാണ് ഹോമലോഗസ് ഓർഗൻസ് സൂചിപ്പിക്കുന്നത്. ഹോമലോഗി ഇൻഡിക്കേറ്റ്സ് കോമൺ ആൻസിസ്ട്രി. ഇനി ഹോമലോഗസ് ഓർഗൻസിന് മറ്റ് എക്സാമ്പിൾസുകളാണ് തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗൈൻവില്ല ആൻഡ് കുക്കർബിറ്റ, വെർട്ടിബ്രേറ്റ് ഹാർട്ട്സ് ഓർ ബ്രെയിൻ. തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗൈൻവില്ല ആൻഡ് കുക്കർബിറ്റ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഡയഗ്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ തോൺ അതുപോലെ തന്നെ ടെൻഡ്രിലും, ഇത് രണ്ടും പുറമേക്ക് കാണാൻ ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സാണ്. പക്ഷേ ഇവയുടെ അനാട്ടമി ഇൻറ്റേർണലായിട്ടുള്ള സ്ട്രക്ചർ സിമിലർ ആണ്. അപ്പോൾ ഇവിടെ സിമിലർ ഓർഗൻസ് ഡൂയിങ് ഡിസിമിലർ ഫങ്ഷൻ ആണ് തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗൈൻവില്ല ആൻഡ് കുക്കർബിറ്റ.
അതുപോലെ വെർട്ടിബ്രേറ്റ്സ് ഹാർട്ട്, ഫിഷും ആംഫീബിയനും റെപ്റ്റൈലും ബേർഡും മാമലും ഒക്കെ ഏകദേശം സിമിലർ സ്ട്രക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവയുടെ ഫങ്ഷൻസുകൾ ഡിഫറൻ്റ് ആണ്. അതും എന്തിന് എക്സാമ്പിളാണ്? ഹോമലോഗസ് ഓർഗൻസിന് എക്സാമ്പിളാണ്. അതുപോലെ വെർട്ടിബ്രേറ്റ് ബ്രെയിനും അതും ഹോമലോഗസ് ഓർഗൻസിന് എക്സാമ്പിളായിട്ട് പഠിക്കേണ്ടതാണ്. അനലോഗസ് ഓർഗൻസിലേക്ക് വരുമ്പോൾ അനാട്ടമിക്കലി ഡിസിമിലർ സ്ട്രക്ചേഴ്സ് പെർഫോമിംഗ് സിമിലർ ഫങ്ഷൻസ് ആർ കാൾഡ് അനലോഗസ് ഓർഗൻസ്. ഡിസിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറുകൾ, സിമിലർ ആയിട്ടുള്ള ഫങ്ഷൻ, നേരത്തെ ഹോമലോഗസിന് പഠിച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഡിസിമിലർ സ്ട്രക്ചേഴ്സ് പെർഫോമിംഗ് സിമിലർ ഫങ്ഷൻസ്. നമ്മളിവിടെ ബട്ടർഫ്ലൈയുടെയും ബേർഡിൻ്റെയും വിങ്സ് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ഫങ്ഷൻ സെയിം ആണ്, പക്ഷേ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്, ഐ ഓഫ് ദ ഒക്ടോപ്പസ് ആൻഡ് ഓഫ് മാമൽസ്, ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗിൻസ് ആൻഡ് ഡോൾഫിൻസ്, സ്വീറ്റ് പൊട്ടറ്റോ, റൂട്ട് മോഡിഫിക്കേഷൻ ആൻഡ് പൊട്ടറ്റോ സ്റ്റെം മോഡിഫിക്കേഷൻ. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ അനലോഗസ് ഓർഗൻസ്. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് ബേർഡ്സ് രണ്ടും കാണാൻ ഒരുപോലെ ഇരിക്കുന്നുണ്ട്, പക്ഷേ അവയുടെ സ്ട്രക്ചർ ഡിസിമിലർ ആണ്. അതുപോലെ അനലോഗസ് ഓർഗൻസിൽ മറ്റൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്. രണ്ടിൻ്റെയും ഫങ്ഷൻ സെയിം ആണ്, പക്ഷേ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. അതുപോലെ ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗിൻസ് ആൻഡ് ഡോൾഫിൻ, അതും അനലോഗസ് ഓർഗൻസിന് എക്സാമ്പിളാണ്. ഇനി പ്ലാന്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും സ്വീറ്റ് പൊട്ടറ്റോ, റൂട്ട് മോഡിഫിക്കേഷനും സ്റ്റെം മോഡിഫിക്കേഷൻ പൊട്ടറ്റോയും അനലോഗസ് ഓർഗൻസ് ആണ്. ഫങ്ഷൻ സെയിം, സ്റ്റോറേജ് ആണ് അവയുടെ ഫങ്ഷൻസ്. സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഫങ്ഷൻസ്, പക്ഷേ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. ഒരു കമ്പാരിറ്റീവ് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഹോമലോഗസ് ഓർഗൻസ് വിത്ത് സെയിം സ്ട്രക്ചർ ആൻഡ് പെർഫോം ഡിഫറൻറ്റ് ഫങ്ഷൻസ്. അനലോഗസ് ഓർഗൻസ് വിത്ത് ഡിഫറൻറ്റ് സ്ട്രക്ചർ ആൻഡ് പെർഫോം സെയിം ഫങ്ഷൻസ്. Homology is due to divergent evolution. Analogy is due to convergent evolution. ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഹോമലോഗസ് ഓർഗൻസ് ഡൈവേർജന്റ് എവല്യൂഷനെ സൂചിപ്പിക്കുന്നു, അനലോഗസ് ഓർഗൻസ് കൺവേർജന്റ് എവല്യൂഷനെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫോർ ലിംസ് ഓഫ് മാൻ, ചീറ്റ, വെയിൽ ആൻഡ് ബാറ്റ് ഹാവ് സെയിം പാറ്റേൺ ഓഫ് ബോൺസ് ആൻഡ് പെർഫോം ഡിഫറൻറ്റ് ഫങ്ഷൻസ്. Hearts of vertebrates, brains of vertebrates, thorns and tendrils of bougainvillea and cucurbita. These are examples for homologous organs. Analogous organs, wings of butterfly and bird have different anatomy and perform same function. Eyes of octopus and mammals, flippers of penguin and dolphins, root modification of sweet potato and stem modification of potato. ഹോമലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്. അതുപോലെ ഈ എക്സാമ്പിൾസ് തന്നിട്ട് രണ്ട് ഹെഡിങ്ങിലായിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ഹോമലോഗസ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾസും തന്നിരിക്കും, അനലോഗസ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾസും തന്നിരിക്കും. രണ്ട് ഹെഡിങ്ങിൽ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഹോമലോഗസ് ഓർഗൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെച്ചിട്ട് അതിൻ്റെ ഗ്രൂപ്പിലും അതുപോലെ അനലോഗസ് ഓർഗൻസിൻ്റെ ഗ്രൂപ്പിലേക്കും കാറ്റഗറൈസ് ചെയ്യണം. ഹോമലോഗസ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കാം. ഫോർ ലിംസ് ഓഫ് വെർട്ടിബ്രേറ്റ്സ്, ഫോർ ലിംബ് ഓഫ് മാമൽസ്, ഹാർട്ട്സ് ഓഫ് വെർട്ടിബ്രേറ്റ്സ്, ബ്രെയിൻ ഓഫ് വെർട്ടിബ്രേറ്റ്സ്, തോൺസ് ആൻഡ് ടെൻഡ്രിൽ ഓഫ് ബൊഗൈൻവില്ല ആൻഡ് കുക്കുർബിറ്റ ഹോമലോഗസ് ഓർഗൻസ്. അനലോഗസ് ഓർഗൻസിന് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്, ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്, ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗിൻ ആൻഡ് ഡോൾഫിൻസ്, റൂട്ട് മോഡിഫിക്കേഷൻ ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് സ്റ്റെം മോഡിഫിക്കേഷൻ ഓഫ് പൊട്ടറ്റോ. ഇൻഡസ്ട്രിയൽ മെലാനിസം അടുത്ത ഒരു ടോപ്പിക്കാണ്. ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് മോത്ത് എങ്ങനെ നാച്ചർ അഡാപ്റ്റ് ചെയ്യുന്നു. ഡാർക്ക് കളറിലുള്ള മോത്തിനെയും അതുപോലെ തന്നെ ലൈറ്റ് കളറിലുള്ള മോത്തിനെയും നാച്ചർ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഇറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദ പ്രോസസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഇത് ഇംഗ്ലണ്ടിൽ നടന്ന കാര്യമാണ് പറയുന്നത്. ഇൻ 1850s, ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇംഗ്ലണ്ട് ദർ ആർ ടു ടൈപ്സ് ഓഫ് മോത്ത്സ്. വൈറ്റ് വിങ്ഡ് മോത്ത്സും ഉണ്ടായിരുന്നു, ഡാർക്ക് വിങ്ഡ് അല്ലെങ്കിൽ മെലനൈസ്ഡ് മോത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മോത്തുകൾ എവിടെയാണ് റെസ്റ്റ് ചെയ്തത്? ട്രീ ട്രങ്ക്, ഗ്രേ ലൈക്കൺസിൻ്റെ പുറത്തുള്ള ട്രീ ട്രങ്കിലാണ് ഇവ റെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരുടെ കളർ ഓഫ് ദ ലൈക്കണും കളർ ഓഫ് ദ മോത്സും സിമിലർ. അപ്പോൾ വൈറ്റ് വിങ്ഡ് മോത്സ് ഈ ലൈക്കണിൻ്റെ പുറത്തിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവയുടെ പ്രിഡേറ്റേഴ്സിന്, അവയെ കൊന്നു തിന്നുന്ന ജീവികൾക്ക് ഇവയെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ
ഡാർക്ക് വിങ്ഡ് മോത്ത്സ് ആണ് അതുപോലെ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവയെ പെട്ടെന്ന് എന്ത് ചെയ്യും? അവയുടെ പ്രെഡേറ്റേഴ്സ് വന്ന് അവയെ കണ്ടെത്തുകയും അവയെ പെട്ടെന്ന് അത് ഭക്ഷണമാക്കുകയും ചെയ്യും. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാണ് അടുത്ത ഈ ഇൻഡസ്ട്രിയൽ മെലാനിസത്തിൽ പറയുന്നത്. എന്ത് രീതിയിലുള്ള വ്യത്യാസമാണ് ഇവയ്ക്ക് വന്നതെന്നുള്ളതാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോഴത്തേക്കും വ്യാപകമായിട്ട് കൽക്കരി, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പൊല്യൂഷൻ ഉണ്ടായി. ആ പൊല്യൂഷൻ കാരണം ഈ വൃക്ഷങ്ങളിലും മറ്റും ഉണ്ടായിരുന്ന ലൈക്കൺസുകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ ഈ ഡാർക്ക് വിങ്ഡ് മോത്ത്സ് രക്ഷപ്പെട്ടു. പക്ഷേ വൈറ്റ് വിങ്ഡ് മോത്ത്സ് അത് ഡാർക്ക് സർഫസിൻ്റെ പുറത്ത് വൈറ്റ് വിങ്ഡ് മോത്ത് വന്നിരുന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? പെട്ടെന്ന് പ്രെഡേറ്റേഴ്സിന് അതിനെ കണ്ടെത്തി ഭക്ഷണമാക്കാൻ പറ്റി. ഡാർക്ക് വിങ്ഡ് മോത്ത് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും നാച്ചർ അഡാപ്റ്റ് ചെയ്തത് ഡാർക്ക് വിങ്ഡ് മോത്തിനായിരുന്നു. വൈറ്റ് വിങ്ഡ് മോത്ത്സ് രക്ഷപ്പെട്ടു. വീണ്ടും തിരിച്ച് ഇൻഡസ്ട്രിയലൈസേഷനിൽ തന്നെ അടുത്ത ഘട്ടത്തിൽ കൽക്കരിയും ഡീസലും ഒക്കെ മാറിയിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനൊക്കെ വന്നപ്പോഴത്തേക്കും വീണ്ടും പൊല്യൂഷൻ കുറഞ്ഞു, അന്തരീക്ഷം പഴയപടിയായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും വീണ്ടും ഡാർക്ക് വിങ്ഡ് മോത്ത്സ് ലൈക്കൺസിൻ്റെ പുറത്ത് വന്നിരിക്കുമ്പോൾ അത് സ്പോട്ട് ചെയ്ത് പ്രെഡേറ്റേഴ്സിന് സ്പോട്ട് ചെയ്യാൻ പറ്റി. എന്നാൽ വൈറ്റ് വിങ്ഡ് മോത്ത് അങ്ങനെ ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റാതെ അവ വീണ്ടും അവയുടെ എണ്ണം കൂടി. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനനുസരിച്ച് ആൻസർ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് എഴുതുക. ഇനി അടുത്തത് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളാണ്. ഹാർഡി എന്ന് പറയുന്നതും വെയിൻബർഗ് എന്ന് പറയുന്നതുമായിട്ടുള്ള രണ്ട് സയൻറ്റിസ്റ്റുമാർ എങ്ങനെയാണ് ഒരു നോൺ ഇവോൾവിംഗ് പോപ്പുലേഷൻ്റെ ജനറ്റിക് സ്ട്രക്ചർ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തതാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. The genetic structure of a non-evolving population is described by Hardy-Weinberg law, proposed by G.H. Hardy and W. Weinberg independently in 1908. Hardy-Weinberg principle states that allelic frequency in a population remains stable and constant from generation to generation. It is genetic equilibrium. The sum total of all the allelic frequency is 1. Hardy-Weinberg equilibrium. What is Hardy-Weinberg equilibrium എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതേണ്ട ആൻസർ ഇതാണ്. Hardy-Weinberg principle states that allelic frequency in a population remains stable and constant from generation to generation. അലീലിൻ്റെ ഫ്രീക്വൻസി, ഡോമിനൻ്റ് അലീലിൻ്റെയും റിസസീവ് അലീലിൻ്റെയും ഫ്രീക്വൻസി ഒരു പോപ്പുലേഷന് സ്റ്റേബിളായിട്ടിരിക്കും, ഒരു നോൺ ഇവോൾവിംഗ് പോപ്പുലേഷനിൽ സ്റ്റേബിളായിട്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ സൂചിപ്പിക്കുന്നതായിട്ട് പി എന്ന് പറയുന്നത് ഡോമിനൻ്റ് അലിലും ക്യൂ എന്ന് പറയുന്നത് റിസസീവ് അലിലുമായിട്ട് കണക്കാക്കിയാൽ രണ്ടിൻ്റെയും ഫ്രീക്വൻസി നോക്കുമ്പോഴത്തേക്കും പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഉത്തരം കിട്ടും. അതുപോലെ തന്നെ നമുക്കിതിന് ബൈനോമിയൽ എക്സ്പാൻഷൻ നടത്തി പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1, പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയറിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനായിട്ടും നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡോമിനൻ്റ് അനിലിൻ്റെ ഫ്രീക്വൻസിയാണ് പി സ്ക്വയർ എന്ന് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഹെട്രോസൈഗസിൻ്റെ ഫ്രീക്വൻസിയാണ് 2pq എന്ന് സൂചിപ്പിക്കുന്നത്. റിസസീവിൻ്റെ ഫ്രീക്വൻസിയാണ് ക്യൂ സ്ക്വയർ എന്ന് സൂചിപ്പിക്കുന്നത്. ഫ്രീക്വൻസി ഓഫ് എ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു പി സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് സ്മാൾ എ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ. ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ സ്മാൾ എ ഹെട്രോസൈഗസിൻ്റെ വരുമ്പോൾ 2pq. ഹെൻസ് പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു, ഏത് പ്രിൻസിപ്പിളിനെ സൂചിപ്പിക്കുന്നു, ഏത് പ്രിൻസിപ്പിളിനെ ഡിനോട്ട് ചെയ്യാനാണ് ഈ ഒരു ഇക്വേഷൻ സൂചിപ്പിക്കുന്നത്, ഇതിൽ പി എന്ന ലെറ്ററും ക്യൂ എന്ന ലെറ്ററും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓർക്കുക, പി എന്ന് പറയുന്നത് ഡോമിനൻ്റ് അലിലിൻ്റെ ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്നു, ക്യൂ എന്ന് പറയുന്നത് റിസസീവ് അലിലിൻ്റെ ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം? ആ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന പോപ്പുലേഷൻ്റെ ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് നോക്കൂ. ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഫാക്ടേഴ്സ് ഓർക്കുക, ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. ഓരോന്നിനെക്കുറിച്ചും ഓരോ സെൻറ്റൻസിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിച്ചിരിക്കണം. ജീൻ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ജീൻസ് ആർ ആഡഡ് ഓർ ലോസ്റ്റ് ഫ്രം ദ പോപ്പുലേഷൻ. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് റാൻഡം ചേഞ്ചസ് ഒക്കേഴ്സ് ബൈ ചാൻസ്.
മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ലീഡ്സ് ടു സ്പീസിയേഷൻ. ജനറ്റിക് റീകോമ്പിനേഷൻ, റീഅറേഞ്ച്മെന്റ് ഓർ റീഷഫിളിംഗ് ഓഫ് ജീൻസ്. നാച്ചുറൽ സെലക്ഷൻ, നാച്ചുറൽ സെലക്ട്സ് ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻസ്. ഇത് ഓരോ സെൻറ്റൻസ് വീതം ഓരോന്നിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിച്ചിരിക്കണം. അതിൽ ജനറ്റിക് ഡ്രിഫ്റ്റിന് പ്രത്യേകം പ്രാധാന്യം കൊടുക്കുക. മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കൂടെയൊക്കെ ചോദിക്കാവുന്നതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. അവിടെ റാൻഡം ചേഞ്ചസ് ഒക്കേഴ്സ് ബൈ ചാൻസ്, അല്ലെങ്കിൽ ജീൻ ഫ്രീക്വൻസി, ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസി ബൈ ചാൻസ്. അപ്പോൾ ബൈ ചാൻസ് എന്നുള്ള വേർഡ് ശ്രദ്ധിച്ചുകൊള്ളുക. അത് ജനറ്റിക് ഡ്രിഫ്റ്റിന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി ഇതിൽ ഓർക്കേണ്ടത് നമ്മുടെ ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാൻ, മനുഷ്യൻ്റെ എവല്യൂഷൻ്റെ ആ ഒരു സ്കള്ളിൻ്റെ ഒരു ഹൈറാർക്കിയൽ അറേഞ്ച്മെൻ്റ് ആണ്. ആ ഒരു അറേഞ്ച്മെൻറ്റ് ഡിസെൻഡിങ് ഓർഡറിലുള്ള ആ അറേഞ്ച്മെൻറ്റ്, അസെൻഡിങ് ഓർഡറിലുള്ള അറേഞ്ച്മെൻ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. അത് മിക്കവാറും പരീക്ഷയ്ക്ക് ഒന്നുകിൽ അത് ബ്ലാങ്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനോ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ക്രമം ഡ്രയോപിത്തേക്കസ്, രാമാപിത്തേക്കസ്, ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാണ്ടർത്താൽമാൻ, ഹോമോ സാപ്പിയൻസ്. ഈ ഒരു കറക്റ്റ് ഓർഡറിൽ ഇത്രയും സ്കള്ളിൻ്റെ പേരൊന്ന് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. ഡ്രയോപിത്തേക്കസ്, രാമാപിത്തേക്കസ്, ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാണ്ടർത്താൽമാൻ, ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഒരു ക്രമം ഓർത്തിരുന്നാൽ നമുക്ക് കൃത്യമായിട്ടും ആൻസർ ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് എവല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളവ. For video lessons, please subscribe TLP's biology classes. Thank you.